ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ അയ്യപ്പൻ നായരും കാഞ്ചനയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കണം. എൻ്റെ അയ്യപ്പണ്ണ, നാളെ രാവിലെ കുറേ പച്ചമാങ്ങ കൊണ്ടുവരണമെന്നാണ് ഗീതുപ്പാപ്പയുടെ ഓർഡർ. പച്ചമാങ്ങ എങ്ങാനും കൊണ്ടുവന്നില്ലെങ്കിൽ അതോടുകൂടെ ഗീതുപ്പാപ്പ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞു വിടും, അത് ഉറപ്പാ. അയ്യോ വെടികാലെ, ഞാൻ എവിടെ പോയാ പച്ചമാങ്ങ അന്വേഷിക്കുന്നേ? പച്ചമാങ്ങ ഗീതുമോള് ചോദിച്ചോ? അതെ അയ്യപ്പണ്ണ, ഗീതുപ്പാപ്പക്ക് കുറേ പച്ചമാങ്ങ വേണമെന്ന്. പച്ചമാങ്ങ അച്ചാറ്, പച്ചമാങ്ങ ചമ്മന്തി, പച്ചമാങ്ങ കറി, പച്ചമാങ്ങ മീനിലിട്ട കറി, അങ്ങനെ കുറേ കറികൾ കഴിക്കണമെന്നാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നേ. ഈശ്വര, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ മാങ്ങ ഞാൻ കൊണ്ടുവരാൻ കാഞ്ചനെ, നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട. അയ്യപ്പണ്ണനെ എങ്ങനെ മാങ്ങ കൊണ്ടുവരും? ഈ പാതിരാത്രി അയ്യപ്പണ്ണൻ പറഞ്ഞ ഏതെങ്കിലും കട തുറക്കോ? ഞാൻ പറഞ്ഞ കട തുറക്കില്ല, പക്ഷെ മാവിൽ നിന്നും മാങ്ങ കിട്ടും. അതെങ്ങനെയാ? അയ്യപ്പണ്ണ മാവിൽ കയറേണ്ട ആവശ്യമൊന്നുമില്ല. മാവിൽ അങ്ങ് ചാരി നിന്നാൽ മതി, മാങ്ങ മുഴുവനും വീഴും. അത് കേട്ടതും അതൊന്നും നീ അന്വേഷിക്കണ്ട, ഞാൻ മാങ്ങ കൊണ്ടുവരും. അതെങ്ങനെയാണെന്ന് നീ കണ്ടോ എന്നും പറഞ്ഞ് അയ്യപ്പൻ നായർ ഇങ്ങനെ ആലോചിക്കുക. ഷോ, എന്നാലും എൻ്റെ പ്രാർത്ഥനയും വഴിപാടൊന്നും വെറുതെ ആയില്ലല്ലോ. എൻ്റെ വിഘ്നേശ്വര ഭഗവാനെ, എൻ്റെ വിനായക, എൻ്റെ ഗണപതി കുഞ്ഞെ, നീ എൻ്റെ പ്രാർത്ഥന കേട്ടു. എല്ലാ അമ്പലത്തിലും വന്ന് ഞാൻ വഴിപാട് കഴിച്ചത് വെറുതെ ആയില്ലല്ലോ. ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ ഗോവിന്ദ കുഞ്ഞിനും ഗീതുമോക്കും ഒരു കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹവും കുഞ്ഞിനെ കൊടുത്ത് സന്തോഷിപ്പിക്കാനുള്ളൊരു വരവും നീ കൊടുത്തല്ലോ. നന്ദി, ഒരുപാട് നന്ദി എന്നും പറഞ്ഞ് അയ്യപ്പൻ നായർ അവിടെ നിന്ന് എഴുന്നേറ്റ് തുള്ളിച്ചാടി അങ്ങ് പോവുക. അപ്പോൾ കാഞ്ചന, ഇതെന്നാ അയ്യപ്പണ്ണനൊക്കെ എന്നാച്ച്? ഇവളോ നേരം ഞാൻ സ്വന്നതെല്ലാം കേട്ട് ഇത്ര സന്തോഷപ്പെടാനും മാത്രം ഇതെന്താ ഗർഭം ഉണ്ടാകുന്നത് ആദ്യമായിട്ടാണോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം കാഞ്ചന എന്നിട്ട് വീണ്ടും ചിന്തിക്കുക, അല്ല അയ്യപ്പണ്ണൻ്റെ തുള്ളിച്ചാടൽ കണ്ടാൽ തോന്നുമല്ലോ അയ്യപ്പണ്ണനാണ് ഗർഭമെന്ന്. എന്തെങ്കിലും ആവട്ടെ, എനക്ക് മാങ്ങ കടച്ചാൽ പോതും എന്നും പറഞ്ഞുകൊണ്ട് കാഞ്ചന അങ്ങ് പോയി. ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനെയാണ്. ഗോവിന്ദ് ഭയങ്കര ത്രില്ലെന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര ത്രില്ല്. അതായത് ഗീതുവിനോട് തൻ്റെ ഇഷ്ടം തുറന്നു പറയാനുള്ള ആ ഒരു ത്രില്ലിൽ വീട് മുഴുവനും സ്പ്രേ അടിച്ച് കൂട്ടുക. എന്നിട്ട് റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ എന്തൊരു നല്ല സുഗന്ധം, ഈ മണം മൂക്കിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ എൻ്റെ മനസ്സിലെ പ്രണയം ഗീതുവിനോട് തുറന്നു പറയണം. ഞാൻ ഗീതുവിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഏതെങ്ങനെയാണ് തുറന്ന് പറയുക? കണ്ണാടി നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യാം എന്നും പറഞ്ഞ് ഗോവിന്ദ് കണ്ണാടിയിലേക്ക് നോക്കി. ഗീതു, ഐ ലവ് യു ഗീതു. ശരിയായില്ല, ഇതൊക്കെ പഴഞ്ചന. ഐ ലവ് യു ഗീതു. ഇതും ശരിയായില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? എങ്ങനെ തുറന്ന് പറയും? ഗീതു, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അയ്യേ, ഇതൊട്ടും ശരിയായില്ല. ഗീതു, എൻ്റെ ഹൃദയം കീഴടക്കി എൻ്റെ മനസ്സിലെ ഇഷ്ടം പുറത്തു കൊണ്ടുവന്നവളാണ് നീ എന്ന് പറഞ്ഞാലോ? ഇതൊക്കെയാ, അപ്പോൾ ഇത് തന്നെ പറയാം, ഡൺ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് അവിടെ വീണ്ടും സ്പ്രേ അടിച്ചു കൂട്ടുക. അവൾ വരുമ്പോഴത്തേക്കും ഈ മുറിക്കകത്ത് സുഗന്ധം കൊണ്ട് ഇങ്ങനെ നിറയണം. ആ സുഗന്ധത്തിൽ തന്നെ എൻ്റെ മനസ്സിലെ പ്രണയം അവൾ തിരിച്ചറിയണം. അതിനു വേണ്ടിയുള്ള പുറപ്പാടായിനി എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് വീണ്ടും സെൻറ്റൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതേ സമയം ഡോറിൻ്റെ അടുത്തുനിന്ന് ഗീതു ആലോചിക്കുകയാണ്. അതെ, ഇന്നത്തോടെ എൻ്റെ മനസ്സിലെ ഇഷ്ടം കണ്ണേട്ടനോട് തുറന്ന് പറയണം. ഇനിയും അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അമ്മയും രഞ്ജുവും പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും കണ്ണേട്ടൻ അറിയണം. ഇല്ലെങ്കിൽ കണ്ണേട്ടനെ എൻ്റെ കൈവിട്ട് പോകും. അതുകൊണ്ട് എല്ലാം തുറന്ന് പറയാം, അതായിരിക്കും നല്ലത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ഇങ്ങനെ അകത്തേക്ക് കയറുക. അകത്തേക്ക് ഗീതു കയറിയത് ഗോവിന്ദ് കണ്ണാടി നോക്കി സംസാരിക്കുകയാണ്. മുറിയിലേക്ക് കയറിയപ്പോൾ ഗീതുവിന് ആകെ മൊത്തത്തിലൊരു ശ്വാസം മുട്ട്. ഈശ്വര, ഇതെന്താന്നാവോ മുറിക്കകത്ത് ഇത്രയും മണം എന്നും പറഞ്ഞ് ഗീതു മൂക്ക് കൊത്തിപ്പിടിക്കുക. ഇതെന്താ ഗീതു, നിനക്ക് പല്ലുവേദന വല്ലതും ഉണ്ടോ? എനിക്ക് പല്ലുവേദനയൊന്നുമില്ല. ഇതെന്താ കണ്ണേട്ടാ ഈ മുറിക്കകത്ത് ഇത്രയും മണം? അതെ, സെൻറ്റ്. അത് കേട്ടതും ഈശ്വര, ഏതോ മദ്യം എടുത്ത് അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഞാൻ അറിയാതിരിക്കാൻ വേണ്ടി ഉള്ള സ്പ്രേ മുഴുവനും എടുത്ത് അടിച്ചു തീർത്തു അല്ലേ? നോക്കട്ടെ, നിങ്ങൾ ഏത് ലിക്വിഡാണ് കഴിച്ചതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ മുഴുവൻ അരിച്ചു പറക്കുക. ഗീതു, ഇല്ല, സത്യമായിട്ട് ഞാൻ കുടിച്ചിട്ടില്ല. ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ വേണ്ടി നിന്നതാ. വേണ്ട, നിങ്ങൾ കൂടുതൽ അഭിനയിക്കുകയൊന്നും വേണ്ട. നിങ്ങൾ എന്താ കുടിച്ചതെന്ന് എന്നോട് പറയാൻ. ഞാനൊന്നും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഇല്ല, നിങ്ങൾ കുടിച്ചിട്ടുണ്ട്. ഊത്. അതൊക്കെ ഞാൻ പിന്നെ ഊതിക്കോളാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ എൻ്റെ മുഖത്തേക്ക് ഊതാൻ. അത് കേട്ടത് ഗോവിന്ദ് ശക്തിയായിട്ടൊന്ന് ഊതിയത് മണമൊന്നുമില്ല.
മണം ഇല്ലാത്ത ഏതോ ഒന്നാണ് നിങ്ങൾ കഴിച്ചത്. മര്യാദയ്ക്ക് പറയാൻ. എൻ്റെ ദൈവമേ, എൻ്റെ ചങ്ക് പറിച്ച് എൻ്റെ ചെമ്പരത്തിപ്പൂ പറിച്ച് കാണിച്ചാലും നീ അത് ചങ്കാണെന്ന് പറയുമല്ലോ. ആ കണ്ടോ കണ്ടോ, ദേ പറയുന്ന വാക്ക് വരെ തെറ്റിപ്പോകുന്നു. ചങ്ക് തുറന്ന് കാണിച്ച് ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുമെന്നാണ്. നിങ്ങളിത് തിരിച്ചാ പറയുന്നത്. ഇപ്പം തന്നെ മനസ്സിലാക്കാം, നിങ്ങൾ എന്തോ കുടിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവമേ, ഞാനിതെങ്ങനെ സഹിക്കുമെന്നും പറഞ്ഞ് ഗീതു വെളിയിലേക്ക് പോവുക. ഈ സമയം ഗോവിന്ദ്, എല്ലാം തോലച്ചല്ലോ, ഇതെങ്ങനെയാ ഇപ്പം ഇവളോട് തുറന്നു പറയാ? എന്തായാലും അങ്ങോട്ട് ചെല്ലാം എന്നും പറഞ്ഞ് ഗോവിന്ദ അങ്ങ് ചെല്ലുക. എന്നിട്ട് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ഗീതു, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വേണ്ട, നിങ്ങളൊന്നും പറയണ്ട, ഒരക്ഷരം മിണ്ടിപ്പോരുത്. ഗീതു, നീ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങൾ. ഞാൻ പറയുന്നത് സത്യം, ഞാൻ കുടിച്ചിട്ടില്ല. നിങ്ങൾ കുടിച്ചിട്ടുണ്ട്, എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ റൂം മുഴുവനും സ്പ്രേ അടിച്ച് കൂട്ടിയത്? അയ്യോ ഇല്ല, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ റൂം മുഴുവനും സ്പ്രേ അടിച്ചത്. ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ സ്പ്രേ അടിക്കേണ്ട ആവശ്യം എന്താ? അതൊക്കെ വേറൊരു കാര്യം. എന്നാ പറ, എന്താ പറയാനുള്ളേ? എനിക്ക് നിന്നോടൊരു കാര്യം. എന്താണെങ്കിലും പറ, അതൊക്കെ പറയാം. പറ കണ്ണേട്ടാ എന്നും പറയണം. നീ റൂമിലേക്ക് വാ. ശരി, ഞാൻ വരാം എന്നും പറഞ്ഞ ഗീതു ഈ സമയം നമ്മുടെ ഗോവിന്ദ അങ്ങ് പോവുക. അപ്പം ഗീതു ആലോചിക്കുകയാണ്, എന്തായാലും കണ്ണേട്ടൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. കണ്ണേട്ടന് എന്നോട് എന്തോ പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു എന്നോടുള്ള ഇഷ്ടമാണ് പറയാൻ പോകുന്നതെന്ന്. എന്നാൽ പിന്നെ ഞാൻ ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യശാലി. കാരണം കണ്ണേട്ടൻ പറയുമെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നത് കണ്ണേട്ടൻ പറയാൻ പോവുകയാണല്ലോ. അതേ ഏറ്റവും വലിയ ഭാഗ്യമാണ്. എന്തായാലും വരം ഇതാണെന്ന് പറയാം. എൻ്റെ കൂടെ ജീവിക്കാനുള്ള വരവാണെന്നൊക്കെ പറഞ്ഞ് കണ്ണേട്ടനെ സന്തോഷിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ മുറിയിലേക്ക് പോകുമ്പോൾ ഗോവിന്ദു ആലോചിക്കണം, ഈശ്വര, അവൾ വരുമ്പോൾ എന്നോട് ചോദിച്ച വരം ഈ ജീവിതകാലം മുഴുവനും ഒരുമിച്ച് ജീവിക്കാനുള്ള വരവായിരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗീതു വന്നതും ആ കഥയിൽ ഗീതു ചാരി നിൽക്കുക. അപ്പോൾ ഗോവിന്ദൻ്റെ മനസ്സും ഗീതുവിൻ്റെ മനസ്സും പുറത്തേക്ക് വരികയാണ്. ഈ സമയം ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്തേക്കും ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്കും ചെന്നു. എന്നിട്ട് ഐ ലവ് യു കണ്ണേട്ടാ എന്ന് ഗീതു, ഐ ലവ് യു ഗീതു എന്ന് ഗോവിന്ദനും രണ്ടുപേരും പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഗീതു കേൾക്കുവാണ്. എന്നിട്ട് ഗീതു സന്തോഷത്തോടെ ചിരിക്കുക. ഹായ്, എന്ത് രസമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോഴേക്കും ഗോവിന്ദ്, ഗീതു എന്താ കണ്ണേട്ടാ, നിൻ്റെ കിളി പോയോ? അത് കേട്ടതും, എന്താ കണ്ണേട്ടാ, നീ എന്താ ആലോചിച്ചിരിക്കുന്നേ? അത് പിന്നെ എൻ്റെ കിളി പോയി ഏതോ ഒരുത്തൻ്റെ കൂടെ പാടാൻ. അത് കേട്ടതും, കിളി പാടാൻ പോയി, അവളുടെ കിളി വേറെ ഏതോ ഒരുത്തൻ്റെ കൂടെ പാടാൻ പോയി. സമ്മതിക്കില്ല ഞാൻ, ആ കിളി എൻ്റെ കൂടെ പാടിയാൽ മതി. അപ്പോൾ ഗീതു, ആ കിളി എൻ്റെ കണ്ണേട്ടനാണെന്ന് പറഞ്ഞാലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക. ഈ സമയം ഗീതു, കണ്ണേട്ടാ, ഗീതു ഇതെന്താ രണ്ടുപേരും ഒരുമിച്ച്? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? ഉണ്ട് കണ്ണേട്ടാ, എനിക്ക് കണ്ണേട്ടനോടൊരു കാര്യം പറയാനുണ്ട്. കണ്ണേട്ടൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഉണ്ട്, എനിക്കും ഉണ്ട് പറയാൻ. എന്നാൽ കണ്ണേട്ടൻ ആദ്യം പറ. അത് വേണ്ട, ലേഡീസ് ഫസ്റ്റ്, നീ ആദ്യം പറ. ഇല്ല, കണ്ണേട്ടൻ പറ. അങ്ങനെ രണ്ടുപേരും പറ എന്നും പറഞ്ഞ് തറാന്നായിട്ട് അയ്യപ്പൻ നായർ കഥകിൽ 2 തട്ട്. ഇതാരാ ഈ നേരത്ത് മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യാനായിട്ട്? കഥകിൽ തട്ടുന്നത്? കുഞ്ഞേ ഉറങ്ങിയോ എന്നും അയ്യപ്പൻ നായരുടെ ശബ്ദം. അത് അയ്യപ്പേട്ടനല്ലേ എന്നും നമ്മുടെ ഗീതു. ഇത് കേട്ടതും കാലം തന്നെ, കൃത്യസമയത്ത് എത്തിക്കോളും എന്നും പറഞ്ഞ് ഗോവിന്ദ് വാതിൽ ഉറക്കുക. എന്താടോ അയ്യപ്പൻ നായരെ ഇതെനിക്ക് വേണ്ടത്? ഇന്നാ പിടിച്ചോ. എന്താ ഇത് മാങ്ങ, നോക്ക് എന്നും പറഞ്ഞ് അയ്യപ്പൻ നായർ ചാക്ക് തുറന്ന് കാണിക്കുക. ഹായ് മാങ്ങ എന്നും പറഞ്ഞ് ഗീതു ആ മാങ്ങ എടുത്ത് ഭയങ്കര തീറ്റയായി. ഗോവിന്ദേട്ടന് വേണോ എന്നും ചോദിച്ചുകൊണ്ട് ഈ സമയം കുഞ്ഞിനും ഉണ്ടല്ലോ. അപ്പോൾ നീ തിന്നതിൻ്റെ ബാക്കി ഞാൻ തിന്നണോ? ഇനിയിപ്പോൾ തിന്നതിൻ്റെ ബാക്കി തിന്നുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. വാക്കുകൾ തീർക്കാനുള്ള മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്. ഗീതു കുഞ്ഞിന് എന്തോരം വേണമെങ്കിലും കഴിച്ചോ. ഇനിയും വേണമെങ്കിൽ അയ്യപ്പൻ നായരോട് പറഞ്ഞാൽ മതി. എത്ര മാങ്ങ വേണമെങ്കിലും അയ്യപ്പൻ നായർ കൊണ്ടുവരും. ഗർഭിണികളുടെ ആഗ്രഹ പച്ചമാങ്ങ കണ്ടാലുള്ള ആർത്തി തീരുന്നത് വരെ തിന്നോ എന്നും പറയുക. ഇത് കേട്ടതും, എന്താ അയ്യപ്പേട്ടൻ പറഞ്ഞത്? ഗർഭിണികളുടെ ആഗ്രഹമൊന്ന്? അങ്ങനെ ആരാ പറഞ്ഞേ? കുഞ്ഞല്ലേ പറഞ്ഞത്. ഈ വീട്ടിൽ ഒരു കുഞ്ഞിക്കാല് വരാൻ പോവാന്ന്. കുഞ്ഞിക്കാല് എൻ്റെ ഗീതുമോളുടെ വയറ്റിലാന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് കൊച്ചു കള്ള ഒന്നും അറിയാത്ത പോലെ നിൽക്കുക. ഇനി ആ കുഞ്ഞിക്കാലിൻ്റെ അവകാശിയായ നീയും കൂടെ ഒരെണ്ണം തിന്നോ കുഞ്ഞെ എന്നും പറഞ്ഞ് ഗോവിന്ദന് മാങ്ങ എടുത്ത് കൊടുക്കുക. ഇത് കേട്ടതും ഗീതുവിന് മാങ്ങ തിന്നാനുള്ള എല്ലാ പൂതിയും പോയി. എന്നാൽ ശരി, നടക്കട്ടെ എന്നും പറഞ്ഞ് അയ്യപ്പൻ നായർ അങ്ങ് പോവുക. ഈ സമയം ഗീതു മാങ്ങ
കടിച്ചു പിടിച്ച മാങ്ങ തുപ്പിയിട്ട് എല്ലാത്തിനും കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തൻ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുക. അപ്പോഴേക്ക് രാധിക അയ്യപ്പൻ നായർ തടയുക. എന്തായിരുന്നു ഗീതവും ഗോവിന്ദുമായിട്ടുള്ളൊരു അവിടെ സംസാരം? അത് പിന്നെ ഗീതു കുഞ്ഞിനെ പച്ചമാങ്ങ തിന്നാനുള്ള വ്യാക്കൂള്. അത് കേട്ടതും എന്താടോ വാക്കൂളെന്നാ പറഞ്ഞത്? എന്നിട്ട് താൻ അവൾക്ക് പച്ചമാങ്ങ കൊണ്ടേ കൊടുത്തോ? പിന്നെ കൊടുക്കാതെ എൻ്റെ ഗോവിന്ദ കുഞ്ഞിൻ്റെ കുഞ്ഞ് അവക്കടെ വയറ്റിൽ കിടക്കുമല്ലേ, അപ്പം പിന്നെ പച്ചമാങ്ങ കൊടുക്കാതിരിക്കുന്നത് എങ്ങനെയാ? കൊടുത്തു, ഇഷ്ടം പോലെ കൊടുത്തു. 1 2 അല്ല, ഒരു ചാക്ക് നിറയെ കൊടുത്തു. ഗീതു മോക്ക് ഇഷ്ടമുള്ള അത്രയും തിന്നാനുള്ളത് മുഴുവനും കൊടുത്തു. അത് കേട്ടതും രാധിക, അവൾക്ക് ഗർഭമുണ്ടെന്ന് തന്നോട് ആരാ പറഞ്ഞത്? ഗോവിന്ദ കുഞ്ഞ് തന്നെ പറഞ്ഞത് രാധികാമ്മേ. എന്തായാലും ഇനി ഇപ്പം സന്തോഷമാവാം, നമുക്ക് സന്തോഷിക്കാം. അറയ്ക്കലിൽ ഒരവകാശി വരാൻ പോവല്ലേ, എന്തായാലും ഇനി സന്തോഷിച്ച് ആർമാദിക്കാം എന്നൊക്കെ പറഞ്ഞ് അയ്യപ്പൻ നായർ അങ്ങ് പോവുക. ഈ സമയം ദേഷ്യപ്പെട്ട് രാധിക അവിടെ ഇങ്ങനെ നിൽക്കുവാണ്. എന്തായാലും ഡിവോഴ്സിന് റെഡിയായി നിൽക്കുന്നവർ അവൾ പ്രഗ്നൻ്റ് ആയി എന്നറിഞ്ഞാൽ ഒരിക്കലും കോടതി അവളെ കണ്ണനുമായിട്ട് പിരിയാൻ സമ്മതിക്കില്ല. എൻ്റെ എല്ലാ പ്ലാനുകളും തകർന്നു. ഈശ്വര, ഇനി എന്ത് ചെയ്യും? അവളെ എങ്ങനെയാ ഞാൻ ഇനി അവനിൽ നിന്നും അകറ്റുന്നത്? അവൾ ഒറ്റൊരുത്തി കാരണം അവൾ എന്തൊക്കെയോ പറഞ്ഞ് എൻ്റെ കണ്ണനെ വളച്ചെടുത്തു. അങ്ങനെ വളച്ചെടുത്തതിന് ശേഷം അവൻ എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തകർത്തു. ഞാൻ മാത്രമായിരിക്കണം അവൻ്റെ മനസ്സിൽ, എന്നോട് മാത്രമായിരിക്കണം അവൻ സ്നേഹം കാണിക്കേണ്ടത്. അമ്മയുടെ സ്ഥാനവും എല്ലാ സ്ഥാനവും എനിക്ക് തന്നെയായിരിക്കണം തരേണ്ടത് എന്നൊക്കെ ഞാൻ ചിന്തിച്ചത് വെറുതെ ആയിപ്പോയി. ഇനി ആ സ്വത്തുക്കളൊക്കെ അറയ്ക്കലിലെ അനന്തരാവകാശിയായി വരുന്ന ആ കുഞ്ഞ് അനുഭവിക്കുമല്ലോ എൻ്റെ ദൈവമേ. ഇല്ല, അതിന് സമ്മതിക്കില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും റൂമിൻ്റെ കഥ കടയുന്ന ശബ്ദം. ഇത് കേട്ടതും രാധിക, എന്നാലും കണ്ണൻ ഇത്രയ്ക്ക് തരം താഴ്ന്നു പോകുമെന്ന് ഞാൻ കരുതിയില്ല. ഇത്ര പെട്ടെന്ന് ആ ഗീതുവിനെ അവൻ പ്രഗ്നൻ്റ് ആക്കി കളഞ്ഞല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനാണ്, നിങ്ങൾ എന്തിനാ മനുഷ്യ അയ്യപ്പണ്ണനോട് എന്ത് വിശേഷം നിങ്ങൾ പറഞ്ഞത്? എനിക്കറിയണം. എൻ്റെ ഗീതു, ഞാനൊരു വിശേഷം പറഞ്ഞിട്ടില്ല. ഇപ്പം നീയാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി. പച്ചമാങ്ങയുടെ കാര്യം നീയല്ലേ പറഞ്ഞത്? ഞാനാണല്ലേ, ഞാൻ ഒറ്റയൊരുത്തിയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി. കിഷോറിനെ എന്നെയും ചേർത്ത് കള്ളക്കഥകൾ ഉണ്ടാക്കിയതുപോലെ നിങ്ങൾ എന്തോ കള്ളത്തരം കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അയ്യപ്പേട്ടൻ ഇത്രയും മാങ്ങ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും മര്യാദയ്ക്ക് പറഞ്ഞോ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നീയല്ലേ അയ്യപ്പേട്ടനോട് പച്ചമാങ്ങ വേണമെന്ന് പറഞ്ഞത്? എൻ്റെ മനുഷ്യ, ഞാൻ പറഞ്ഞത് അച്ചാറിടാൻ വേണ്ടിയുള്ള പച്ചമാങ്ങയാണ്. പക്ഷേ അയ്യപ്പേട്ടൻ കൊണ്ടുതന്നത് എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ളൊരു കരുതിയിട്ടുള്ള പച്ചമാങ്ങ. ഇതിന് ഉത്തരവാദി നിങ്ങൾ ഒറ്റൊരുത്തൻ. ഈ ഗർഭത്തിന് ഉത്തരവാദി ഞാനൊന്നുമല്ല. ഒരു ഒറ്റ ഇടിയൊന്നാലുണ്ടല്ലോ എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദൻ്റെ പള്ളക്കിട്ടൊരു ഒറ്റ ചവിട്ട് മുട്ടുമടക്കി. ഗോവിന്ദ് അയ്യടാന്നായിപ്പോയി. എന്നിട്ട് അവിടെ പോയി ചാരി നിന്നു. എന്താ ഗീതു ഇത്? പിന്നെ തോന്നിയാസം പറയുന്നോ? ഈ ഗർഭത്തിന് ഉത്തരവാദി നിങ്ങൾ നിങ്ങൾ ഒറ്റൊരുത്തനാ കാരണം എന്നും പറഞ്ഞ് ഗീതുവും ഗോവിന്ദും ഭയങ്കര അടി. ആ സമയം ഗീതുവിനോട് ഗോവിന്ദ്, ഗീതു, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. കാര്യം പറയാനും കേൾക്കാനുമുള്ള മൂഡ് പോയി എന്നും പറഞ്ഞ് ഗീതു പതിച്ചു മൂടി കിടക്കുക. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഈ അയ്യപ്പേട്ടൻ കൃത്യസമയത്ത് വന്നല്ലോ എല്ലാം തൊലയ്ക്കാനായിട്ട്. ഇങ്ങേർക്ക് വേറെ പണിയില്ലേ? സ്വർഗത്തിലെ കട്ടുറുമ്പവൻ അങ്ങേര് മിടുക്കനാ എന്നും ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കും. അപ്പോഴേക്കും ഗീതു പുതച്ചുമുടി കിടന്നുറങ്ങുന്നുണ്ടിട്ട്, എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ തുറന്ന് പറയാൻ കാത്തിരുന്നതാ. അതിങ്ങനെയായല്ലോ. സാരമില്ല, ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഉറങ്ങിക്കോ, അല്ലാതെ ഇപ്പം ഞാനെന്ത് പറയാനാ എന്നും പറഞ്ഞ് ഗോവിന്ദ് ഇങ്ങനെ ഇരിക്കണം. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് വരുണിനെയും സുവർണയുമാണ്. എന്നാലും സുവർണ, എങ്ങനെയാ ഗീതുവിനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നത്? അതിനൊരു വഴി ഒപ്പിച്ചേ മതിയാകൂ. അതെ സാർ, അത് തന്നെയാണ് ഞാനും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരെ രണ്ടുപേരെയും ഓടിച്ചു വിടണം. എന്നിട്ട് നമുക്ക് രാധിക മാമിൻ്റെ കയ്യിൽ നിന്നും വലിയ സമ്മാനം തന്നെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും വരുണിനൊരു ഫോൺ കോൾ വരിക. അമ്മയെ വിളിക്കുന്നേ, നീ മിണ്ടല്ലേ സുവർണേ? ശരി വരുൺ സാർ. അപ്പോൾ ഹലോ അമ്മേ, എന്താ അമ്മേ? വരുൺ, നീ വല്ലതും അറിയുന്നുണ്ടോടാ? നീ അവിടെ ഇരുന്നിട്ട് ഒന്നും അറിയുന്നില്ലല്ലോ. നിനക്ക് എല്ലാം അറിയണോ? ഈ അമ്മ ഇവിടെ ആകെ ടെൻഷൻ അടിച്ചാൽ കഴിയുന്നത്. എന്ത് പറ്റി? ഒന്നും പറ്റിയില്ല വിചാരിച്ചതുപോലെയൊന്നും അല്ല കാര്യങ്ങൾ. നമ്മൾ പേടിച്ചതുപോലെ എല്ലാം നടന്നടാ മോനെ. എന്താ അമ്മേ, എന്താ പ്രശ്നം? അപ്പോൾ സുവർണ, വരുൺ സാർ സ്പീക്കറിലിട്. അപ്പോൾ വരുൺ അത് സ്പീക്കറിലിടുക. മോനെ, നമ്മൾ വിചാരിച്ചതും നമ്മുടെ കണക്കൂട്ടലുകളും ഒക്കെ തെറ്റിയടാ. ഇനി കോടതിയിലൊരു കേസും കൊടുത്ത് അവർ രണ്ടുപേരെയും പിരിക്കാൻ പറ്റില്ല. അമ്മ ആരുടെ കാര്യം പറയുന്നേ? ഗോവിന്ദൻ്റെയും ഗീതുവിൻ്റെയും കാര്യം. അവൾ പ്രഗ്നൻ്റാ ഗീതു. അവൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം ഇന്ന് ഗോവിന്ദ് ഇവിടെ എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. അത് കേട്ടത് വരുൺ ഞെട്ടി. എന്താ അമ്മ ഈ പറയുന്നേ?
സത്യമാണോ? അതേ മോനെ, ഞാൻ പറയുന്നത് സത്യമാണ്. അവൾ പ്രഗ്നൻ്റ് ആണ്. അവൾ പ്രഗ്നൻ്റ് ആടാ. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എനിക്കൊരു പിടിയും കിട്ടുന്നില്ലടാ. എന്ത് ചെയ്യണമെന്ന് ഓർത്തിട്ട് ഒരു പിടിയില്ല. എങ്ങനെയെങ്കിലും അവരെ തമ്മിൽ പിരിച്ചേ പറ്റുമേ. അതേ മോനെ എന്നും പറഞ്ഞ് നിൽക്കണം. അപ്പോൾ വരുണോ അതേപോലെ നിൽക്കണം. അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.